ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا. തുടക്കകാലം മുതലേ ഈ ജൂതന്മാർ ഫസാദിന്റെ അഹ്ലുകാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് 40ഓളം വരുന്ന പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ്. ഓരോ കാലഘട്ടത്തിലും ഫസാദിന്റെ അഹ്ലുകാരായി തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് ഇവിടെ അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ, 2 പ്രാവശ്യം നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങളുടെ അധികാരവും ആയുധങ്ങളും കൊണ്ട് ഒരുപക്ഷെ ലോകത്ത് ഔന്നത്യം നിങ്ങൾ നടിക്കും. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുക്കുകയാണ്, വലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ വലതഅലുന്ന ഉലുവൻ കബീറ. فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا. അതിനുശേഷം ഒരു വിഭാഗത്തെ അല്ലാഹു ഈ ജൂത കൂടാരത്തിലൂടെ കൊണ്ട് കറക്കി നടത്തിയിട്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് പല പല രാജാക്കന്മാരെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ജൂതവർഗത്തെ മുഴുവനും ഈ സയനിസ്റ്റ് വർഗത്തെ മുഴുവനും കൈകാര്യം ചെയ്ത ചരിത്രം സൂറത്ത് ബനി ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും അവർ പാഠം പഠിക്കൂല എന്നുള്ളതാണ്. അവരെന്നാലും ഞങ്ങളാണ് എല്ലാം എന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ കാലഘട്ടമാണ്. നമ്മൾ നേരിൽ കാണുന്ന നഗ്ന സത്യമാണ്. പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കിയിട്ട് അവരെ കഷണമായി ചുട്ടുകരിച്ചിട്ട് അവരെ ചെറിയ മിഠായി പൊതിയുന്നത് പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച് 1800ഓളം കുഞ്ഞു മക്കളുടെ മയ്യത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിച്ചെറിച്ച് സന്തോഷിച്ച ആ വർഗം ഇന്ന് നിലവിളിച്ച് കാലു പിടിച്ച് കെഞ്ചി കേഴുന്ന ഒരവസ്ഥ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നമ്മുടെ മുന്നിൽ കാണിച്ചെങ്കിൽ ഈ മിമ്പർ മെഹ്റാബുകളെ പോലെ ലോകത്തിന്റെ ഓരോ മിമ്പർ മെഹ്റാബുകളിൽ നിന്ന് പടച്ചവനെ നീ നീതിമാനാണ് അല്ലാഹുവേ, നീ ആദിലാണ് പടച്ചവനെ, നീ നാസിറാണ് പടച്ചവനെ, ഈ സാധുക്കളായ കുഞ്ഞുമക്കളെ ഇത്രത്തോളം ക്രൂരമായി കൊന്നൊടുക്കുന്ന ഈ സയനിസ്റ്റ് വർഗത്തിന്റെ നിലവിളി ഒന്ന് കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമെന്ന് വർഷങ്ങളോളം നമ്മൾ ദുആ ചെയ്തിട്ട് ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടിയില്ല എന്ന് ഇനി ഒരാളും ഈ ഭൂമുഖത്ത് പറയരുത്. അതിന് അവന്റെ മുന്നിൽ അല്ലാഹു തആല കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ്. എങ്ങനെ ഗസായെ ചുട്ടരിച്ചോ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സയനിസ്റ്റുകളുടെ രാജ്യത്തെ ചുട്ടരിച്ചത് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ അങ്ങനെയല്ലല്ലോ സംഭവങ്ങൾ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്തുള്ളവർ പോലും സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ്. പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ യുദ്ധമര്യാദകൾ നിങ്ങൾ നടത്തണം, യുദ്ധമര്യാദകൾ ഏറ്റെടുക്കണം. കുഞ്ഞുങ്ങളെ കൊല്ലരുത്, പെൺകുട്ടികളെ കൊല്ലരുത്, ഉമ്മമാരെ കൊല്ലരുത്, ഉപ്പമാരെ കൊല്ലരുത്, വൃദ്ധന്മാരെ വൃദ്ധകളെ കൊല്ലരുത്, പാവപ്പെട്ട ഒരു സിവിലിയനെ കൊന്നുകളയരുത്. നിങ്ങളോട് ആരാണോ യുദ്ധം ചെയ്തു വരുന്ന യോദ്ധാവ് അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ യുദ്ധം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ നിയമങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിൽ പോലും പാസാക്കിയത്. ഒരിക്കലും യുദ്ധത്തിന്റെ മേഖലകളില് സാധുക്കളെയോ നിരപരാധികളെയോ കുഞ്ഞുങ്ങളെയോ വൃദ്ധകളെയോ ആശുപത്രികളോ സ്കൂളുകളോ ബോംബിട്ട് തകർക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലും പാലിക്കാതെയാണ് സയനിസ്റ്റ് വർഗങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ കൊന്നൊടുക്കി അവരെ ചികിത്സിക്കുന്ന ആശുപത്രികൾ പോലും കൊന്നൊടുക്കിയിട്ട് ഗർഭിണികളെയും പെൺമക്കളെയും കൊന്നിട്ട് ഇനി അവളുടെ വയറ്റിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പോലും ഒരാൺകുട്ടി ജനിക്കരുത് എന്ന് പോലും പറഞ്ഞെങ്കിൽ അതേ ആശുപത്രി തകർക്കപ്പെട്ടപ്പോൾ അതിന്റെ മുന്നിൽ വെച്ച് യാചിക്കാണ് യുദ്ധമര്യാദകൾ ഏറ്റെടുക്കാൻ ഇറാൻ തയ്യാറായില്ല. അല്ലാഹു പറയിപ്പിച്ചില്ലേ? യാചിക്കുന്നത് അല്ലാഹു തആല കാണിച്ചില്ല. കുഞ്ഞുമക്കള് നട്ടോട്ടം ഓടുന്നത് കാണുമ്പോൾ എന്നാലും ഫലസ്തീനിന്റെ മക്കളുടെ മുന്നിലേക്ക് വന്ന് ബോംബ് വീഴുമ്പോ ഫലസ്തീനിന്റെ മക്കൾ ഒളിച്ചോടി പോയ ചരിത്രമില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഷഹീദാവാൻ ഞാൻ തയ്യാറാണെന്നുള്ള ആ ഒരു വാക്കാണ് അവരുടെ നാവിൽ നിന്ന് വന്നതെങ്കിൽ ജൂതന്മാര് സൈറൻ കേൾക്കുമ്പോൾ ഉടുതുണിയില്ല, മുണ്ടില്ല, ആ അടിവസ്ത്രം പോലും ഇല്ലാതെ ഓടുന്ന രംഗം ഓടിയിട്ട് പരസ്പരം കടിച്ചു കീറുകയാണ്. കുടിക്കാനും തിന്നാനും വെള്ളമില്ല, ഇരിക്കാൻ സ്ഥലമില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ബങ്കറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ
അടക്കാൻ പോലും ഇപ്പോൾ അനുവാദം വേണം. ആ അവസ്ഥയിലെത്തി. വിദേശികൾക്ക് അവിടെ സ്ഥാനമില്ലാതെയായി. ഓരോ വിദേശികളും നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി ഉച്ചിഷ്ടം നിന്നിട്ട് വലിയ വലിയ ലൈവ് കൊടുത്തിട്ട് പറഞ്ഞവരൊക്കെ, അന്ന് പൊട്ടിച്ചിരിച്ചവരൊക്കെ ഇന്ന് അവർ കേണപേക്ഷിച്ച് യാചിച്ചു കൊണ്ടിരിക്കുകയാണ്, നിലവിളിക്കുകയാണ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ. കാരണം അവർക്ക് പകത്തെ കുറച്ചില്ല, സ്വന്തം നാട്ടുകാർക്കാണ് അവിടെ സ്ഥാനം. ചത്തോ നീ കിടന്ന് ചത്തു. ഇസ്ലാമിന്റെ മക്കൾ പറഞ്ഞ വാക്കെന്താ? ഷഹീദ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കതാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മേലേക്ക് മിസൈൽ വന്ന് പതിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് അള്ളാഹു അവന്റെ റസൂൽ പഠിപ്പിച്ചെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് മുസൽമാൻ. അതുകൊണ്ട് ഇന്ന് വരെ അവർ ഓടി ഒളിച്ചിട്ടില്ല. എന്നാൽ ജൂതന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു വെച്ച് നോക്കി, ഏറ്റവും വലിയ ഭീരുക്കളാണ്, ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാരാണ് അവർ. ഭയങ്കരമായി ഭയപ്പെടുന്നവരാണ്. ഈ ആയുധത്തിന്റെ പിന്നാലെയാണ് അവരൊരു പക്ഷെ നമ്മളെ വിറപ്പിക്കുന്നതെങ്കിൽ ഇതേപോലെ പേടിയുള്ളവർ ലോക ചരിത്രത്തിലില്ല. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, ഹദീസ് പറഞ്ഞ ചരിത്രമാണ് ഇത്. മരുടെ ചരിത്രം ഖുർആനിലുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഏറ്റവും വലിയ പേടിയുള്ളവരാണ്. അതുകൊണ്ടാണ് ഓടി ഒളിക്കുന്നത്. അവസാനം ഇതിനു വേണ്ടി കൂട്ടുനിന്നവർക്ക് എതിരെ ആ നാട്ടുകാരെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിപ്പിച്ചു. അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞു. ഏത് അധികാരികളായാലും അഹങ്കാരികളായാലും ആൽബലത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നൊടുക്കിയിട്ട് അവർ അധികാരത്തിൽ പിടിച്ചു തൂക്കാമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുറഞ്ഞ കാലഘട്ടം വരെ അവർക്ക് ജീവിക്കാനുള്ള അവസരം നൽകും. അത് കഴിഞ്ഞിട്ട് പടച്ചവൻ നിന്ദ്യനും നിരാശനുമായി പാവപ്പെട്ട ഭരണീയരായ മക്കളെ കൊണ്ട് അടിച്ചൊതുക്കിയവരെ കുളത്തിലേക്ക് നാശത്തിലേക്ക് വലിച്ചെറിയുന്ന ചരിത്രം നമുക്ക് കാണാം. നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകാധിപത്യം ഒരിക്കലും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ നിനക്ക് അധികാരം പങ്കിടാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി പള്ളികൾ തകർത്ത്, വീടുകൾ തകർത്ത്, ബുൾഡോസറുകൾ വെച്ച് തകർത്ത് സാധുക്കളെ കൊന്നൊടുക്കിയിട്ട് നീ അധികാരത്തിന്റെ കസേരയിൽ പിടിച്ചു തൂക്കാമെങ്കിൽ ലോകത്തിന്റെ അധികാരം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ ഒരിക്കൽ നിന്നിലേക്ക് അവന്റെ ദൂതന്മാരെ അയക്കും. അവസാനം നീ നിന്ദ്യനും നിരാശനുമായിരിക്കും. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടെത്തിക്കും. ഇത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോക ജനതയ്ക്ക് നൽകുന്ന താക്കീതാണ്. അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും നമ്മൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മുന്നിൽ കാണിച്ചു. ഗസയെ കത്തിച്ച് ചാമ്പലാക്കി പ്രേതഭൂമിയാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവന്റെ സ്വന്തം മണ്ണ് അല്ലാഹു തആല പ്രേതഭൂമിയാക്കിയത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ട ചരിത്രമാണ്. നമ്മുടെ മുന്നിൽ അല്ലാഹു തആല ഇതിനപ്പുറത്ത് അല്ലാഹു നമുക്കൊരു ദൃഷ്ടാന്തം ഇനി നമുക്ക് തരാനില്ല. ഇതിനപ്പുറം നമുക്കൊരു ദൃഷ്ടാന്തം അല്ലാഹുവിന് നമുക്ക് തരാനില്ല. ഏറ്റവും വലിയ സന്തോഷമാണ് സുഹൃത്തുക്കളെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇത് അള്ളാന്റെ തർത്തീബ്. അത് ആരായാലും ശരി, മുസ്ലിം ആയാലും ശരി, നമ്മളായാലും ശരി, ആരായാലും ശരി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് അല്ലാഹു തആല കൈകാര്യം ചെയ്യും. ഫറോവ അവന്റെ അധികാരം ഉപയോഗിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി, മക്കളെ കൊന്നുകളഞ്ഞു, പെൺകുട്ടികളെ റേപ്പ് ചെയ്തു, ആ നാട്ടിലുള്ള കൃഷി വിഭവങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി, കുടിലുകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി. അവസാനം ഫറോവയെയും അവന്റെ കിങ്കരന്മാരെയും അല്ലാഹു ഈ ഭൂമിയിൽ നിന്ന് നിന്ദ്യനാക്കി കൊന്നുകളഞ്ഞു. ആ സമയത്ത് അവൻ പറഞ്ഞ വാക്ക്, ഞാൻ മുസ്ലിം ആകാം, പ്ലീസ് 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 എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. സ്റ്റോപ്പ് വാർ പ്ലീസ്, സ്റ്റോപ്പ് വാർ പ്ലീസ്. ആ വാക്ക് നമ്മൾ കേട്ടില്ലേ അവരുടെ അനന്തരഗാമികളിൽ നിന്ന്? കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂനിൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശം പോലും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്നുള്ളതാണ്. ഗസയിലെ മക്കൾക്ക് വേണ്ടി ആകാശം കരഞ്ഞു. വെള്ളമില്ലാതെ ദാഹിച്ചു വലഞ്ഞ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആകാശം കരഞ്ഞു. ഈ മക്കൾക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല. ഫറവോന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന പാടാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അഹങ്കരിക്കരുത്. ആരായാലും എവിടെയായാലും ടൈറ്റാനിക്കിന്റെ ഏറ്റവും വലിയ മേലാളൻ പറഞ്ഞത്, ഇത് മുങ്ങൂല, നശിക്കൂല, തകരൂല, അത്രയ്ക്കും വലിയ ഭയങ്കര ലോകത്ത് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റൂല. അവന്റെ വാക്ക് തീരുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് ചാമ്പലാക്കി അല്ലാഹു കൈ കൊടുത്തു. ولا تمشي في الارض مرحا انك لن تخرق الارض ولن تبلغ الجبال طولا. ഭൂമിയെ പിളർക്കാനോ ആകാശത്തോളം ഉയരാനോ നിനക്ക് കഴിയില്ല. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക. നിന്റെ ശബ്ദമൊക്കെ കുറച്ചിട്ട് ഭൂമിയിൽ അഹങ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് വിനയാന്വിതനായി അല്ലാഹു ഉണ്ടെന്നുള്ള ഭയത്തോടു കൂടി നീ ജീവിക്കുമോനെ. അതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. അഹങ്കരിച്ചാൽ അവനെ അല്ലാഹു പാഠം പഠിപ്പിക്കും.
പാഠം പഠിപ്പിക്കും. അതാണ് അള്ളാഹുവിന്റെ തർത്തീബ്. നമ്മൾ നേരിൽ കാണുന്ന സത്യമാണ്. നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിച്ചില്ല എന്തായിരിക്കും? നമ്മുടെ ദുആ അറബിയിലൊക്കെ ചെയ്യുന്ന ദുആയുടെ വല്ല അർത്ഥം അറിയോ? അല്ലാഹുമ്മ ഹർരിഖ് ബിലാദഹും, പടച്ചവൻ ഈ അഹങ്കാരി തമ്മാടികളുടെ രാജ്യത്തെ നീ കത്തിച്ച് ചാമ്പലാക്കണേ. ആമീൻ നിങ്ങൾ പറയും. എന്താണ് ദുആയുടെ അർത്ഥം മനസ്സിലായോ? ചാമ്പലായോ, കത്തിയോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുമ്മ ദമ്മർ ദിയാറഹും, തകടം മറിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഫർരിഖ് ജംഅഹും, ആ ഐക്യത്തോടുകൂടി ഒരുമിച്ചുള്ളവരെയൊക്കെ നീ ഭിന്നിപ്പിക്കണല്ല. ഭിന്നിച്ചില്ലേ? അവിടുത്തെ മന്ത്രിയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന അടി ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയല്ലേ? ഇതൊക്കെ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ ഒരു പാടാണ്. നമ്മൾ സന്തോഷിക്കരുത്. ഇസ്രായേലിലായാലും ഗസയിലായാലും ലോകത്തെവിടെയായാലും സാധുക്കളായ കുഞ്ഞുമക്കളോ പാവപ്പെട്ടവരോ പെൺകുട്ടികളോ മക്കളോ ഒന്നും ചത്തൊടുങ്ങുന്നതിനോട് നമുക്കൊരിക്കലും യോജിപ്പില്ല. നമ്മൾ അതിനെ അംഗീകരിക്കുകയില്ല. നമ്മൾ ഒരിക്കലും അതിനെ സന്തോഷിക്കുകയുമില്ല. നമ്മുടെ സന്തോഷം സയനിസ്റ്റുകളാണ്. ആ സാധുക്കളായ മക്കളെ ഒരു കാരണവുമില്ലാതെ വിശന്ന് വയറൊട്ടിയ കുഞ്ഞുമക്കള് പിച്ചപാത്രവുമായി ഭക്ഷണം വാങ്ങാൻ നിൽക്കുമ്പം നിർദാക്ഷിണ്യം അവരെ വെടിവെച്ചു കൊല്ലുന്ന ഈ സയനിസ്റ്റുകൾക്കെതിരെയാണ് ലോകം മുഴുവനും. ഒരാൾ പോലും ഒരു സന്തോഷത്തോടു കൂടി അതിനിടയിൽ ഒരു കമന്റ് എഴുതുന്നില്ല. എല്ലാവരും വലിയ സന്തോഷം, വിഷമത്തോടു കൂടി കമന്റ് ഇല്ല. സന്തോഷം. കാരണം ലോകത്ത് രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ വർഗമാണ്. ചിന്തിക്കണം. അതുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ കൈവിടരുത്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളിൻ. നമ്മൾ ചെയ്ത തെറ്റുകളും പാപങ്ങളും കാരണമായി നമുക്കെതിരെ ഒരു ശക്തി ഉണ്ടാകാതെ, നമ്മെ അല്ലാഹു തആല ഇവിടെ തറപറ്റിക്കാതെ, നമ്മളെ അല്ലാഹു തആല കൈകാര്യം ചെയ്യാതെ, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി അവന്റെ പൊരുത്തത്തോടു കൂടി ജീവിച്ച് നമ്മൾ മരിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ